ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സറാറയുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ്. അപ്പം ഇത് ഒരു 10 ഇയേഴ്സ് ഗേൾസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സറാറ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇതിൻ്റെ സറാറയുടെ ഫുൾ സെറ്റായിട്ട് നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാൻ ഈ സീക്വൻസ് വരുന്ന മെറ്റീരിയൽ 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ വാങ്ങിച്ചു എന്ന് പറയാൻ കാരണം 1 മീറ്ററിൽ നമുക്ക് ഒരു സറാറയുടെ ടോപ്പും സ്റ്റിച്ച് ചെയ്യണം, പിന്നെ ഒരു കിഡ്സിനുള്ളൊരു ഫ്രോക്കിനുള്ള ഇതും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 മീറ്റർ മേടിച്ചത്. അപ്പം നമുക്ക് ഇത് ടോപ്പാനുള്ളത് ആദ്യം കട്ട് ചെയ്യാം. ടോപ്പിന് കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക, എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പൊക്കെ അടയാളപ്പെടുത്തി കൊടുത്ത് ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പ് അടയാളപ്പെടുത്തുക. ലെങ്ത് കൊടുത്തേക്കുന്നത് 25 25 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ വന്നേക്കുന്നത് 5.5 ഇഞ്ചാണ്. കൈക്കുഴി 5.5 എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് അളവ് ഞാനിവിടെ 8.5 എടുത്തിട്ടുണ്ട്. ഷേപ്പ് 7.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. 9.5 താഴത്തെ വിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം വളച്ച് വരച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ ഈ പ്രിൻറ്റിൽ ചെയ്യുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാനിവിടെ യു അല്ല വിയു അല്ലാത്ത രീതിയിലുള്ള ഷേപ്പിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ലെങ്ത് 5 ഇഞ്ചും വിഡ്ത്ത് ഒരു 2 ഇഞ്ചും എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ലൈനിങ് കട്ട് ചെയ്യണം, പിന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്യണം. ഞാൻ ദാ ഇവിടെ ആദ്യം ലൈനിങ് കട്ട് ചെയ്യുവാണ്. ലൈനിങ് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം ബാക്ക് പാർട്ടിനുള്ളത് ഞാൻ എക്സ്ട്രാ ഇച്ചിരി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് മാത്രം ഞാൻ ലൈനിങ്ങിൽ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളിതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അന്നേരം നമുക്ക് സ്ലിറ്റിനുള്ളത് ഇവിടെ ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. സ്ലിറ്റിന് ഒരു 5 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാൻ സ്ലിറ്റിന് എടുത്തിരിക്കുന്നത്. താഴെ നിന്നും മുകളിലേക്ക് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരാൻ പാകത്തിന്. എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെല്ലാം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ലിറ്റിനുള്ള ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് നെക്കും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് നെക്കിന് നമ്മൾ ബാക്ക് പാർട്ടിൽ ഇച്ചിരി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്ക് പാർട്ടിലേക്കുള്ള നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിനും ഞാൻ സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ 6 ഇഞ്ച് ലെങ്തിൽ, പിന്നെ പഫ് സ്ലീവായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. പഫ് സ്ലീവിനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാം. അന്നേരം വിട്ട് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ പഫ് സ്ലീവിന് എടുക്കുന്നത്. ഇതുപോലെ അതിൽ അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കത് വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അതും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് സ്ലീവിൻ്റെ മുകളിലും താഴെയും നമുക്കൊന്ന് സെൻറ്ററൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കിനി സറാറയുടെ പാൻ്റാണ്, ബോട്ടമാണ് നമുക്കിനി കട്ട് ചെയ്യേണ്ടത്. ബോട്ടത്തിനെല്ലാം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് ഇലാസ്റ്റിക്കിനുള്ളതും അതിന് താഴേക്ക് ലെങ്തും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷം നമുക്ക് ആ താഴേക്ക് 9.5 ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവിടെ 10.5 വന്നേക്കുന്നത്. താഴത്തെ അളവ് 7.5 വന്നേക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം.
ലെങ്ത് കുറച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ലെങ്ത് വരെ നമ്മൾ എടുക്കുന്നുള്ളൂ, ബാക്കി ഫ്രില്ലാണ് ഇടുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഞാനിവിടെ 20 ലെങ്ത് എടുത്തിരിക്കുന്നത് മുകൾ പാർട്ടിൻ്റെ. ബാക്കി താഴേക്ക് നമ്മൾ ഫ്രില്ലാണ് എടുക്കുന്നത്. 20 പറഞ്ഞത് നമ്മൾ ബാൻഡിനും കൂടെ കൂടിയിട്ടാണ് 20 വരുന്നത്. ആ 2.5 കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ലിനുള്ളതും 20 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രില്ലിനുള്ള 20 നമ്മളതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും, പിന്നെ കറക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ പിന്നെ ഇതും കട്ട് ചെയ്തെടുത്തു. 2 പീസ് നമ്മളിവിടെ ഞൊറിട്ടെടുക്കാനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 പീസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 പീസുണ്ട്. ഇതുപോലെ 2 പീസ് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിനി പിന്നെ സ്ലീവിൻ്റെ പടിക്കുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിനുള്ളതും 2 സ്ലീവിനുള്ള പടിയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചു. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമുക്കിതുപോലെ ആദ്യം ഫ്രണ്ട് നെക്ക് ഒന്ന് അടിച്ചു മറിച്ചെടുക്കണം. ലൈനിങ്ങുമായിട്ട് അടിച്ച് അത് മറിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, ലൈനിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നല്ല പാട്ട് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോൺ വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ നിർത്തി കൊടുത്ത് വേണം, സൂചി നിർത്തിയിട്ട് വേണം അടുത്ത ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ നമ്മൾ പിന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു പീസ് ഇതുപോലെ നെക്കോട് കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് നിർത്തി താഴേക്ക് സിബിനുള്ളതും സ്റ്റിച്ച് ചെയ്ത് അതും മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെടുത്തിട്ട് നമ്മളതിന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ വരെ ഇതുപോലെ തന്നെ ചെയ്യുക. ബാക്ക് പാർട്ടിൻ്റെ 2 പീസും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കത് അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അകവും പുറവും മാറിപ്പോകും 2 പീസിൻ്റെയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അകവും പുറമൊന്നും മാറിപ്പോകത്തില്ല. താഴെ നിന്നും മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് വന്ന് നെക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്താനും. ആദ്യത്തേത് നെക്കിൽ നിന്നും തുടങ്ങിയെങ്കിൽ അടുത്തത് താഴെ നിന്നും തുടങ്ങുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ നമുക്ക് എന്നിട്ട് ഫുള്ള് കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അത് മറിച്ചെടുത്തിട്ട് നമുക്കത് പിന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കണം. ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മളിതുപോലെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് ഷോൾഡർ രണ്ടും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വൺ സൈഡ് പ്രഷർ ഫൂട്ട് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വൺ സൈഡ് പ്രഷർ ഫൂട്ട് യൂസ് ചെയ്ത് വേണം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനെന്ന്. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ സിബ് എത്തുകയില്ല. അതുകൊണ്ട് നമുക്ക് താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് താഴ്ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടോപ്പിന് 25 ഇഞ്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് സിബിന് അത്രയും ലെങ്ത് ഇല്ലല്ലോ. അപ്പം നമ്മൾ സിബ് എത്ര വരെയാണോ കിട്ടുന്നത് അവിടം വരെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു മെറ്റീരിയൽ വെച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത പീസ് കൂടി യോജിപ്പിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അടുത്ത ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ മെറ്റീരിയൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയൊക്കെ കൊടുത്തിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്ലീവിന് ഞൊറിട്ട് കൊടുക്കണം. സ്ലീവിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ടെടുക്കാം ഫുള്ളായിട്ട്. എന്നിട്ട് നമുക്കത് പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ഷോൾഡറിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കൈക്കുഴി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഞൊറിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കാം. നമുക്കിതുപോലെ കറക്റ്റായിട്ട് സ്ലീവിലും പിന്നെ കൈക്കുഴിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനും ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുക. പഫ് സ്ലീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, പഫായിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം. അതിന് ഇതുപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം വരെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ പിന്നെ സ്ലിറ്റ് ഇടാനുള്ളതാണ്. അപ്പം അവിടം വരെ മാത്രം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൊത്തിട്ട് കൊടുത്തേക്കുന്ന ഭാഗം വരെ. അങ്ങനെ രണ്ട് സൈഡും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗവും സൈഡും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിന് ആദ്യം താഴേന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. താഴേന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്
നമുക്ക് സൈഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ഒന്നും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് സൂചി കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് നമുക്ക് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും സൈഡിലേക്ക് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ സൈഡിലേക്കും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അടുത്ത സൈഡും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെയും സൂചി നിർത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിതുപോലെ ഒരു ചെറിയ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ താഴ്ഭാഗത്ത് നമുക്ക് ആ ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ലേസ് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വൺ സൈഡ് പ്രഷർ ഫ്രൂട്ട് ഉപയോഗിച്ചാണ് ഈ ലേസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനകത്ത് ബീഡ്സൊക്കെ ഉള്ളതാണ്. ഹാങ്ങിങ് ലേസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് ആ ലേസ് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് പാൻറ്റാണ്. പാൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ ഞൊറിട്ട് വെച്ചിട്ടാണ് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം മുകൾ പാർട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് താഴത്തെ പാർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഞൊറിട്ടെടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ എന്തായാലും തീർന്നിട്ടുണ്ട്. നമുക്കെന്നാൽ ഇനി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. താഴ്ഭാഗത്ത് ഇതുപോലെയാണ് ലേസ് വരുന്നത്. വളരെയേറെ ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. കുട്ടികൾക്കൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും ഇത്. എന്നിട്ട് നമുക്കിനി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ പാൻറ്റിന് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ലൈനിങ്ങും നല്ല പീസ് കൂടി നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലൈനിങ്ങും നല്ല പീസും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് കാലിലെയും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല സറാറായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. എന്നിട്ട് രണ്ട് കാലിൻ്റെയും രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ അടിച്ചു കൊണ്ടുവരിക. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് മുകളിൽ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം. നമ്മളിതുപോലെ പാൻറ്റിൻ്റെ രണ്ട് കാലും നമ്മളിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടെല്ലാം വെച്ച് കൊടുക്കുക. ലൈനിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഴപ്പം കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. എന്നിട്ട് ഈ സ്റ്റിച്ചിങ് തീരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ അത് സെൻറ്റർ ഭാഗമാണ് അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു പാൻറ്റിൻ്റെ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പാൻറ്റിൻ്റെ നമ്മൾ ആ സ്റ്റിച്ചിങ് തീർന്ന സ്ഥലം എടുത്ത് വെച്ച് കൊടുത്തിട്ട് അടുത്ത കാലിൻ്റെ രണ്ട് കാലിൻ്റെ ഒരുമിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ലൈനിങ്ങും നല്ല പീസും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും ആ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ നിന്നും കറക്റ്റായിട്ട് എല്ലാം പിടിച്ച് നമുക്ക് 4 പീസ് ലൈനിങ്ങോട് കൂടി 4 പീസ് ഉണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പിടിച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നമുക്കിനി മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുക്കാനുണ്ട്. അന്നേരം ഒന്ന്
മടക്കി ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുൾ റൗണ്ടിനും അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പൊളപ്പും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനാണ് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ആദ്യം ഇതുപോലൊന്ന് ചുമ്മാ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടി മടക്കിയിട്ട് ഇതുപോലെ വീതിക്ക് നമുക്ക് എന്തോരമാണോ ഇലാസ്റ്റിക് കൊടുക്കുന്നത് ആ വീതിക്ക് നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിനും അടിക്കുക. ചുറ്റിനും അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്പേസ് വിടുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വിടണം. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി താഴെ ഫ്രില്ലിടാനുള്ള 2 മെറ്റീരിയൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സൈഡിൽ നിന്നും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ 2 സൈഡും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസും നമുക്കതുപോലെ ചെയ്തെടുക്കണം. 2 കാലിലേക്കും വേണ്ടിയിട്ടാണ്. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ ഞൊറിയിടാനുള്ള മെറ്റീരിയൽ ആദ്യം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മുകൾ പാർട്ട് അതും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ റൗണ്ടായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറിയിട്ടെടുക്കണം. റൗണ്ടിനും ഫുള്ളായിട്ട് ഞൊറിയിട്ടെടുക്കുക. ഇതുപോലെ 2 കാലിലും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം 2ലും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് മറിച്ചെടുക്കുമ്പോഴത്തേക്കും വരുന്നത്. ഇനി അതിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലൈനിങ്ങും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് ഞൊറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാൻഡിനുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മടക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അവിടെ കുറച്ചിടം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇലാസ്റ്റിക് നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വെക്കണം. എന്നുവെച്ചാൽ അത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കൊണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ആ കുറച്ചിടം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ അവിടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മൾ വലിച്ച് പിടിച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട്. അങ്ങനെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ച് പിടിക്കുക. വലിച്ച് പിടിച്ച് അത് ഫുള്ളായിട്ട് റൗണ്ടിനും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പാൻറ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിനി ഷോളാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഷോള് നോർമൽ ഷോളിൻ്റെ അതേ അളവിൽ നമ്മൾ ലെങ്തിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 28 ഇഞ്ച് വിഡ്ത്താണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ലെങ്ത് 1.25 കിഡ്സിനായതുകൊണ്ട് നമ്മൾ 1.25 ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ 4 വശവും നമ്മൾ 4 സൈഡും നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒത്തിരി മോഡൽസുകൾ ഞാൻ ഈ ഗ്രൂപ്പിൽ പിന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി അതൊന്ന് സെർച്ച് ചെയ്ത് കാണുക. ഒരുപാട് മോഡൽസുകൾ, പുതിയ മോഡൽസുകളെല്ലാം ഞാൻ ഈ ചാനലിൽ ഇടാറുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ചോക്ക എന്തെങ്കിലും വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് നിവർത്തിയിടണം. നിവർത്തിയിട്ടിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് ഞൊറു ഇട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് ഞൊറു ഇട്ട് കൊടുക്കണം. അപ്പം ഞൊറു കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തവർക്കൊരു ബുദ്ധി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പിന്നെ ഇതിൽ ഒരു 4 ഇഞ്ച് വരാൻ പാകത്തിന് നമ്മളിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഒരു 4 വേണ്ട, 3 ആയാലും മതി. ഒരു 3-4 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 4 എടുത്തിരിക്കുന്നത്. 4 വെച്ച് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഡോട്ടിൻ എടുത്തിട്ട് അടുത്ത ഡോട്ടിൽ കൊണ്ടുപോകും. അടുത്ത ഡോട്ടിലല്ല നിർത്തേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഡോട്ടിൽ ഒരു ഡോട്ടിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ഡോട്ടിൽ നിർത്താതെ അത് കഴിഞ്ഞിട്ടുള്ള അതും പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഡോട്ടിൽ, അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഞൊറു ഇട്ടെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഞൊറു കിട്ടും. അപ്പം അതിന് ശേഷം നമ്മൾ മെഷീനിൽ വെച്ച് നമ്മളിതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് നമ്മളവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ 5 ഇഞ്ച് വിഡ്ത്തും പിന്നെ ഒരു 8 ഇഞ്ച് ലെങ്തിലും വരുന്ന ഒരു പീസാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ടോപ്പിന് വെച്ച് കൊടുത്ത അതേ ലേസ് തന്നെ ഈ ഷോളിൻ്റെ അരികിലും നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഭാഗത്ത് നമ്മൾ ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ പീസ് വെക്കുമ്പോൾ അതിൻ്റെയും ഷോളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ആ ലേസ് വെച്ച് കൊടുക്കുക. അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്കതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ലേസ് ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവരാം. നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് സൂചി ഒന്ന് നിർത്തി കൊടുത്തിട്ട് അടുത്ത സൈഡും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് 3-ാമത്തെ സൈഡും 4-ാമത്തെ സൈഡും കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു സറാറ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ടോപ്പും ഷോളും ബോട്ടും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. പെൺകുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ സറാറ സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ഇപ്പോൾ കിഡ്സും ഇടുന്നുണ്ട്, വലിയവരും എല്ലാവരും വുമൺസും എല്ലാം ഇപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ വളരെയേറെ ഭംഗിയായിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും. അപ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ പെൺമക്കൾക്ക് നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളൊരു വളരെയേറെ സന്തോഷമാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.